ജലജ ഗാരേജിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വളരെയധികം നല്ലൊരു മൂവിയാണ്. മൂവി എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു കോമഡി വെബ് സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ എന്ത് തേങ്ങയാടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് പറയാൻ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് അത്. അതായത് നമ്മുടെ കല്യാണം മുടങ്ങി പുള്ളിക്കാരൻ്റെ അളിയനാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, എനിക്ക് സപ്പോർട്ടായിട്ട് മനീഷ് പങ്കജാക്ഷനും. അവള് നിന്നെ ഇത്രയും നാളെ കുരങ്ങ് കളിപ്പിക്കാണെന്ന് ഇപ്പോഴാണ് നിനക്ക് മനസ്സിലായത്? ശരിയല്ല, അവള് ഇത്രയും നാളെ നിന്നെ കുരങ്ങ് കളിപ്പിക്കാൻ ഇപ്പോഴാണ് നിനക്ക് മനസ്സിലായത്? അവള് നിന്നെ ഇത്രയും നാളെ കുരങ്ങ് കളിപ്പിക്കാണെന്ന് ഇപ്പോഴാണ് നിനക്ക് മനസ്സിലായത്? എന്റെ മോനെ ദ്രോഹിച്ചവന്മാരെല്ലാം മുടിഞ്ഞു പോത്തേ ഉള്ളേ. എന്റെ മോനെ ദ്രോഹിച്ചവന്മാരെല്ലാം മുടിഞ്ഞു പോത്തേ ഉള്ളു. എന്റെ പെണ്ണുമ്പോഴൊക്കെ ആണെങ്കിൽ ഫാ ഇല്ലാതെ കിടന്ന് ഉറങ്ങാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ എടുക്കുവാ കേട്ടോ. എന്റെ മോനെ ദ്രോഹിച്ചവന്മാരെല്ലാം മുടിഞ്ഞു പോത്തേ ഉള്ളു. പിന്നെ ഈ ലൈറ്റും ബൾബും ഒക്കെ കത്തിക്കിടക്കും. അപ്പൊ അത് ഞാൻ ഊരട്ടെ. ഒരാഴ്ച അവിടെ കത്തി കിടക്കും. അപ്പൊ അടുത്ത ആഴ്ച അവന്റെ കല്യാണം. അപ്പൊ ഇത് വാടക അവൻ കൊടുക്കും. പിന്നെ ഈ ലൈറ്റ് ട്യൂബ് ഒക്കെ ഇങ്ങനെ കത്തിക്കിടക്കുക. അപ്പൊ അത് ഞാൻ കഴിക്കുക. എന്തിന്? ഒരാഴ്ച അവിടെ കത്തി കിടക്കും. അടുത്ത ആഴ്ച അവന്റെ കല്യാണം ഫിക്സ് ചെയ്തേക്കോ. അപ്പൊ ഇതിന്റെ വാടക അവൻ കൊടുക്കും. അവൻ എന്റെ മോനെ വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. ഒക്കെ ഇങ്ങനെ കത്തിക്കിടക്കുക. അപ്പൊ അത് ഞാൻ കഴിക്കുക. എന്തിന്? ഒരാഴ്ച അവിടെ കത്തി കിടക്കും. അടുത്ത ആഴ്ച അവന്റെ കല്യാണം ഫിക്സ് ചെയ്തേക്കോ. ഞാൻ അപ്പൊ ഇതിന്റെ വാടക അവൻ കൊടുക്കും. അവൻ എന്റെ മോനെ ദ്രോഹിച്ചവന്മാർ വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. എത്ര കടയിൽ കയറി അവൾക്കുള്ള കല്യാണ സാരി വാങ്ങിയത്. 2.5 പവന്റെ മാല അവൾക്ക് വേണ്ടി ചേട്ടൻ മേടിച്ചത്. എന്റെ ചന്ദ്രണ്ണ, ഓ അണ്ണ അതൊന്ന് ഓഫ് ചെയ്ത് വെക്ക്. അണ്ണനറിയുവോ എൻ്റെ ആങ്ങളയ്ക്ക് അവളെ എന്ത് ഇഷ്ടമായിരുന്നെന്ന്? 7 കടയിൽ കയറിയാ അവൾക്കുള്ള സാരി വാങ്ങിച്ചത്. 2.5 പവന്റെ മാല അവൾക്ക് വേണ്ടി ചേട്ടൻ മേടിച്ചത്. 2 പവനല്ലേ? 1/2 പവൻ ഞാൻ ഒന്ന് കേറ്റി പറഞ്ഞതാ. കണ്ണുകൾ നിറയും നീ വന്നേ. ഈ കഥവിന്റെ കുറ്റി എന്നിട്ടോട്ടെ. ആ കഥവിന്റെ കുറ്റി കിട്ടും, പക്ഷെ ഈ കഥ തുറന്നു വിടണം. നീ വന്നേ.